ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ രാവിലെ ഒരു 6:30 ആകുമ്പോഴത്തേനും ഞാൻ എഴുന്നേറ്റു. എൻ്റെ കൂടെ ദേ അമ്പൂട്ടൻ എണീറ്റ് വന്നിട്ടുണ്ട്. ഇവനെ വെച്ച് രാവിലത്തെ പരിപാടി കുറച്ച് ടാസ്ക്കാണ്. അവനെ അവൻ്റെ അപ്പച്ചൻ്റെ കയ്യിൽ നൈസായിട്ട് ഏൽപ്പിച്ചിട്ട് ഞാൻ ജോയ്ക്കുള്ള രാവിലത്തെ കുക്കിങ്ങിലേക്ക് കടന്നു. ഞാൻ ചോറ് ചില ദിവസം കുക്കറിൽ വെക്കും, ചിലപ്പോൾ അടുപ്പിലാണ് വെക്കാറ്. ഇന്നപ്പോൾ ദേ ചോറ് കുക്കറിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഇന്ന് പൊട്ടറ്റോ ഫ്രൈ ആണ് അവൾക്ക് കൊടുത്തു വിടുന്നത്. അത് ദേ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ ജോയ്ക്കുള്ള പാലാണ് അടുപ്പിലാക്കുന്നത്. കാരണം ഞാൻ പാല് റെഡിയാക്കിയിട്ട് ഒന്നിൽ അവൾ എഴുന്നേറ്റില്ലെങ്കിൽ അവളെ പോയി വിളിക്കും. അഥവാ എണീറ്റ് വരുവാണെങ്കിൽ ആദ്യം ആൾ ചോദിക്കുന്നത് അമ്മേ പാല് എന്നാണ്. അപ്പോൾ അത് സെറ്റാക്കാൻ അങ്ങോട്ട് വെച്ചിട്ട് ദേ അമ്പൂട്ടനെ ഇച്ചിരി നേരം ഒന്ന് കൊഞ്ചിച്ചിട്ട് പിന്നെയും അപ്പച്ചൻ്റെ കയ്യിൽ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം കുക്കിംഗ് ഒക്കെ ഓൾമോസ്റ്റ് സെറ്റായി. ജോയുടെ ഇന്നലത്തെ സ്കൂളിൽ നിന്ന് കൊണ്ടുവന്ന പാത്രങ്ങളെല്ലാം ഞാൻ വാഷ് ചെയ്ത് വെച്ചത് ദേ തുടച്ചെല്ലാം സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോഴത്തേനും ആൾ എഴുന്നേറ്റ് വന്ന് പാലൊക്കെ കുടിച്ച് മിടുക്കിയായിട്ട് ഇരിക്കുന്നുണ്ട്. ഇനി കുളിക്കാൻ ദേ ഞങ്ങൾ കുളിക്കാൻ പോവാണ്. ഇനിയാണ് യുദ്ധം. കുളിച്ച് കഴിഞ്ഞ് വന്ന് യൂണിഫോം ഒക്കെ ഇട്ട് ആൾ സെറ്റ് ആവുന്നുണ്ട്. ഇത് ഫസ്റ്റ് ആയിട്ടാണ് കുട്ടി ഈ യൂണിഫോം ഇടുന്നത്. ബുധനാഴ്ച മാത്രമാണ് ഈ യൂണിഫോം. അപ്പോൾ ഇന്നലെ ഫസ്റ്റ് ആയിട്ടാണ് ഇട്ടത്. അത് ഇടുമ്പോൾ എന്നോട് ചോദിക്കും അമ്മേ എൻ്റെ യൂണിഫോം എന്തേ, ഇതെന്തിനാ ഇതിടുന്നേ എന്നൊക്കെ. ആളൂടെ വന്നിട്ടാ വാങ്ങിച്ചത് കൊണ്ടിട്ട് ആൾക്കറിയാം, പക്ഷെ എന്താ സംഭവം എന്ന് അറിയില്ല. അപ്പം ഞാൻ പറഞ്ഞു കൊടുത്തു ഇത് സ്കൂളിലെ യൂണിഫോം ആണെന്നും ബുധനാഴ്ച ഇതാണെന്നും. അപ്പം പിന്നെ സ്കൂളിൻ്റെ പേരൊക്കെ എഴുതിയേക്കുന്ന കണ്ടപ്പോഴത്തേന് ആൾ ഓക്കെ ആയി. ഇനി അടുത്ത അംഗം, ഇതാണ് ഒരു അംഗം മക്കളെ, ഇതാണ് ഒരു അംഗം. മുടി കെട്ടുന്നതാണ് പ്രോബ്ലം ഇവിടുത്തെ. അവൾക്ക് ഇഷ്ടമാണ് മുടി കെട്ടാൻ, പക്ഷെ അടങ്ങിയിരിക്കില്ല, ഇങ്ങനെ ഞൊളച്ചുകൊണ്ടിരിക്കും. അതിൻ്റെ ഇടയിൽ ഈ ഡോർ അടച്ചിട്ടേക്കുന്നതിൻ്റെ വാതിക്കലിൽ കുഞ്ഞ് വന്ന് കിടന്ന് വിളിക്കുന്നുണ്ട്. അമ്പൂട്ടനറിയാം ഞങ്ങൾ ഇതിനകത്തുണ്ടെന്ന്. അവൻ വന്ന് കിടന്ന് വിളിക്കുന്നുണ്ട്. അപ്പോൾ അവനെ വഴക്ക് കെട്ടാൻ അവൾ പോകുന്നുണ്ട്. അതിന് ഞാൻ ഇടയ്ക്കൊരു കിടുക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മൂശാട്ടേ ഉണ്ട്. മുടി കെട്ടുമ്പോൾ തല അടക്കി വെച്ചിരിക്കില്ല, ഇങ്ങനെ ഇട്ട് വെട്ടിച്ചിരിക്കും. അങ്ങനെ ഒരു വിധത്തിലാണ് അവളുടെ ഹെയർ ഒന്ന് കെട്ടി സെറ്റ് ചെയ്യുന്നത്. മുടി കെട്ടിക്കഴിഞ്ഞ് എനിക്ക് പകുതി ആശ്വാസമായി. പിന്നെ ആളുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ സോക്സും ഷൂ ഇടുക എന്നുള്ളതാണ്. സോക്സ് ഞാൻ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആള് ഷൂ തന്നെ ഇട്ടോളും. അപ്പം ഞാൻ ദേ മുടിയൊക്കെ സെറ്റ് ചെയ്ത് ആളെ ഇതാക്കി ആ സുന്ദരിക്കുട്ടി ആയിട്ടുണ്ടല്ലോ എന്നൊക്കെ പറയുമ്പോഴത്തേനും ആൾക്ക് ഭയങ്കര ഹാപ്പി ആവും. പിന്നെന്താ, അത് കഴിഞ്ഞപ്പം അവിടെ ഇരുന്ന് എന്നോട് ചോദിക്കുക അമ്മേ ഞാൻ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണോ എന്നുള്ളത്. അതാണ് അടുത്ത ടാസ്ക്, കഴിക്കുക എന്നുള്ളത്. ഫുഡ് കഴിക്കുകയില്ല ഈ കുട്ടി, ഭയങ്കര മടിയാണ് ഈ കൊച്ചിന് കഴിക്കാൻ. അപ്പം ഞാൻ ദേ സോക്സ് ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഫുഡൊക്കെ എടുക്കാനായിട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്കും ഒന്ന് റെഡി ആവണം, ഇവളെ സ്കൂളിൽ കൊണ്ടുവിടാൻ പോകണം. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് ഞാനും ഒന്ന് ഫ്രഷ് ആയിട്ട് വരാമെന്ന് വെച്ചു. അപ്പോൾ ദേ അമ്മ സ്പ്രേ അടിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. ആൾക്ക് ദേ സ്പ്രേ ഒക്കെ അടിച്ച് ആൾക്ക് കൊടുത്തിട്ടുണ്ട്. തന്നെ ഇരുന്ന് ഷൂ ഇട്ടോളും. അങ്ങനെ ഷൂ ഒക്കെ ഇട്ട് ജോയ സെറ്റ് ആവുന്ന ഗ്യാപ്പ് കൊണ്ട് ഞാനും പോയി ദേ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഒരു ചെറിയ സ്നേഹപ്രകടനവും പ്രഹസനവുമാണ് ഇപ്പോൾ കണ്ടത്. അത് കഴിഞ്ഞ് ദേ കഴിക്കാൻ കൊടുത്തു. രാവിലെ ഒരു ദോശ കൊടുത്തു. നേരത്തെ ദോശയൊക്കെ ഇഷ്ടമാണ് ആൾക്ക്, പക്ഷെ മടിയാണ് കഴിക്കാൻ. ഇങ്ങനെ ഇറുമ്പി ഇരിക്കും. അപ്പം രാവിലെ ദോശ കൊടുത്തിട്ട് ഞാൻ ജോയുടെ ലഞ്ചും ഒക്കെ പാക്ക് ചെയ്യാനായിട്ട് പോയി. ജോയുടെ ലഞ്ച് വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് താല്പര്യമുള്ളവർ അതുകൂടി കാണുക. ഞാൻ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തേക്കാം. അപ്പം ദേ ലഞ്ചും സ്നാക്സും ഒക്കെ ഒന്ന് ലഞ്ചും സ്നാക്സും ഒക്കെ ഒന്ന് പാക്ക് ചെയ്ത് എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി കുട്ടിയെ കൊണ്ട് പോവുകയാണ്. ഇവിടെ അടുത്ത് തന്നെയാണ് ജോയ പഠിക്കുന്നത്. നമുക്കൊരു 5 മിനിറ്റ്സ് പോലും വേണ്ട, വണ്ടിയിൽ ദേ പെട്ടെന്ന് പോവാം. അങ്ങോട്ട് പോകേണ്ട താമസമേ ഉള്ളൂ. അപ്പം ജോയ ദേ ഗേറ്റ് ഒക്കെ തുറന്നു തരുന്നുണ്ട്. തന്നെ ഗേറ്റ് ഒക്കെ തുറന്ന് ആള് പോകുന്നുണ്ട്. അവിടെ നിന്ന് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ആ ഫോട്ടോ എടുക്കുന്ന സമയത്ത് ചെറിയ ഒരു മഴ പെയ്തു. ഞാൻ വിചാരിച്ചു റെയിൻകോട്ട് ഇടേണ്ടി വരുമെന്ന്. എന്തായാലും ചെറിയ ചാറ്റലായിരുന്നു. ഹെൽമെറ്റ് പിന്നെ വെച്ചത് കൊണ്ട് കുഴപ്പമില്ല. ഇവിടെ അടുത്ത് തന്നെയാണ് സ്കൂള്. അങ്ങനെ ജോയായി സ്കൂളിൽ വിട്ടിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ലോങ് വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഞാനിവിടെ ഒറ്റയ്ക്കാണ് വീഡിയോ എടുക്കാറ്. അപ്പോൾ ട്രൈപോഡ് വെച്ചിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ എനിക്ക് ഷോർട്സ് എടുക്കാനാണ് എളുപ്പം, അതുകൊണ്ടാണ് ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഒരുപാട് മിസ്റ്റേക്സുകൾ കാണും, അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കുക. പോകെ നമുക്ക് ശരിയാക്കി എടുക്കാം. അപ്പൊ നമ്മുടെ ഇന്നത്തെ ഈ കുഞ്ഞു വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അപ്പോൾ ബൈ.